എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുട്ടി ജനിച്ചാല് സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ പറ്റൂ എന്ന് വേണു അനാമികയെ ഉപദേശിക്കുകയാണ്. അത് കേട്ട് അനാമിക സ്നേഹം നടിച്ച് അനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അനിയാണെങ്കിൽ അവളെ ദേഷ്യത്തില് തട്ടി മാറ്റുകയാണ്. നീ നിന്റെ സ്വഭാവം ഇത്ര പെട്ടെന്ന് മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലടി. അതുകൊണ്ട് നീ അടുത്തു വരുന്നത് പോലും എനിക്കിപ്പോ ഇഷ്ടമല്ല. നിന്നെ ഒരു ഭാര്യയായിട്ട് കാണാൻ എനിക്കിനി പറ്റില്ല എന്ന് മറുപടി കൊടുത്ത് അനി ഇറങ്ങി പോവുകയാണ്. അത് കണ്ട് അനാമിക ഉടനെ അച്ഛനെയും അമ്മയും ഈ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ എത്ര സ്നേഹം ഭാവിച്ചിട്ടും അവൻ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അച്ഛാ എന്ന് അനാമിക പറയുമ്പോ മോള് സങ്കടപ്പെടാതിരിക്ക്. ഇതിനൊരു പരിഹാരം ഈ അച്ഛൻ തന്നെ ഉടനെ കണ്ടെത്തിക്കോളാം എന്ന് പറയുവാണ് വേണുവേട്ടൻ. പിന്നീട് അവിടേക്ക് നന്ദു എത്തുകയാണ്. ഇതെന്താ നന്ദു ഇന്ന് സാരിയൊക്കെ എടുത്തു വന്നത്, ഇന്നെന്താ വിശേഷം എന്ന് ചോദിച്ചുകൊണ്ട് ദേവ്യാനി വരുന്നുണ്ട്. അതാന്റി, ഈ സാരി എനിക്ക് വാങ്ങിത്തന്നത് ഇവിടെ തനി തന്നെയാ. ഞാൻ പോലീസ് ഓഫീസർ ആയതിന്റെ സന്തോഷത്തില് ഇവൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ ഈ സാരി എന്ന് പറയുന്നത് കേട്ടോണ്ട് അനാമിക അവിടേക്ക് വരുവാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാള് കഴിഞ്ഞു, എന്നിട്ട് എന്റെ ഭർത്താവെന്ന് പറയുന്നവൻ എനിക്കിതുവരെ ഒരു കർച്ചീഫ് പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. എന്നിട്ടിപ്പോ പഴയ കാമുകിക്ക് അവൻ വില കൂടിയ സാരി വാങ്ങിക്കൊടുത്തിരിക്കുന്നു. നാണം ഉണ്ടോടാ ഇനി നിനക്ക് എന്ന് പറഞ്ഞ് അനാമിക ചൂടാവുകയാണ്. ദേ അനാമികെ, ഒരുപാട് അങ്ങ് തള്ളണ്ട. ഞാന് നന്ദുവിന് സാരി വാങ്ങിക്കൊടുത്തത് അവൾ ഉണ്ടാക്കിയ നേട്ടത്തിന് മാത്രമാണ്. അവള് പഠിച്ച് നല്ലൊരു ഓഫീസറായില്ലേ, അതിന് എന്റെ ഫ്രണ്ടിന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു. അത് ഇത്ര വലിയ തെറ്റാണോ വല്യമ്മേ എന്നനി ചോദിക്കുകയാണ്. ഒരു തെറ്റുമില്ല മോനെ. നന്ദുമോള് നമുക്ക് അന്യൊന്നും അല്ലല്ലോ. ഈ വീട്ടിലെ മരുമകളാകാൻ അവൾക്ക് പറ്റിയില്ല. എന്നാലും പഠിച്ച് നല്ലൊരു പോലീസായില്ലേ അവള്. നിന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ, അവളെ കൊണ്ട് ഈ കുടുംബത്തിന് ഇതുവരെ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് ദേവ്യാനി. എന്റെ മോളെ ദേവേച്ചി അങ്ങനെ ചെറുതാക്കിയൊന്നും വേണ്ട. അനാമിക മോള് പഠിക്കാന് മിടുമിടുക്കിയായിരുന്നു. IPSന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു മോള്. അതിനിടയിലാ ഈ ചെറുക്കൻ അനി വന്ന് മോളെ പ്രേമിച്ച് മനസ്സ് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന് രേവതി പറയുമ്പോ, അനി അത്തരക്കാരനൊന്നുമല്ല, നിങ്ങളുടെ മകളാണ് ഇവന്റെ പിറകെ പ്രേമം നടിച്ചു കൂടിയത് അല്ലേ അനാമികെ? അനി വാങ്ങിത്തന്ന ഈ സാരി എങ്ങനെയുണ്ട്? ഇതിന് ഏകദേശം 5000 രൂപയാ പ്രൈസ്. അല്ല, ഇതെനിക്ക് നന്നായിട്ട് ചേരുന്നില്ലേ എന്നൊക്കെ നന്ദു അനാമികയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. അത് സഹിക്കാൻ പറ്റാതെ അനാമിക നല്ല ദേഷ്യത്തില് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ആദർശും ജയേട്ടനും ഒക്കെ എത്തുകയാണ്. മുത്തശ്ശ, കമ്പനിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഉടനെ ഒരു 5 കോടി കിട്ടിയേ പറ്റൂ. നമ്മുടെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ ക്യാഷ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് ആരോട് ചോദിക്കും മോനെ 5 കോടിയൊക്കെ? നമ്മളെ ആരാ സഹായിക്കുന്നേ എന്ന് മുത്തശ്ശൻ പറയുമ്പോ, നിങ്ങൾ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? ഇവിടെ കോടീശ്വരികളായ രേവതി അനാമികയൊക്കെ ഉണ്ടല്ലോ. രേവതി ഉടനെ നിങ്ങളുടെ ഭർത്താവിനെ കോൾ ചെയ്ത് ഒരു 5 കോടിയുമായി ഇങ്ങോട്ട് വരാൻ പറ. ആദർശ് മോൻ 2-3 ദിവസത്തിനുള്ളിൽ അത് തിരിച്ചു തന്നോളും എന്ന് പറയുവാണ് ദേവയാനി. അത് വല്യമ്മേ, പെട്ടെന്ന് ഇത്രയും കാശൊക്കെ ചോദിച്ചാ അതെങ്ങനെയാ ശരിയാവുന്നേ എന്ന് അനാമിക പറയുമ്പോ, അതെന്താ ശരിയാവാത്തെ? അനാമികയുടെ അച്ഛൻ കോടികൾ ഉണ്ടാക്കുന്ന ബിസിനസ്മാൻ തന്നെയല്ലേ. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ സഹായിക്കേണ്ടത് അടുത്ത ബന്ധുക്കളുടെ കടമയാണ് എന്നൊക്കെ ദേവയാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ജാനകി വന്ന്, ഏട്ടത്തി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അനാമിക മോളുടെ അച്ഛൻ വിചാരിച്ച 5 കോടി ഇപ്പൊ തന്നെ ഇവിടേക്ക് കൊണ്ടുവരും. മോളെ പെട്ടെന്ന് പറഞ്ഞ് കാശ് എത്തിക്കാൻ പറയ്. ആദർശ് മോൻ 1-2 ദിവസത്തിനുള്ളിൽ അത് തിരിച്ചു തരുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ജാനകി പറഞ്ഞത് കേട്ട് അനാമിക ആകെ ടെൻഷനായി നിൽക്കുവാണ്. ശരി, ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞോളാം, അമ്മയൊന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ അനാമിക രേവതിയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനി ഇവരോടൊക്കെ നമ്മൾ എന്തു പറയും അമ്മേ? 5 കോടി അച്ഛൻ എവിടെന്നാ ഒപ്പിച്ചു കൊണ്ടുവരുവാ എന്നൊക്കെ അനാമിക ചോദിക്കുമ്പോ, അറിയില്ല മോളെ, വേണുവേട്ടന്റെ കയ്യില് എവിടെന്നാ മോളെ 5 കോടി? 5 കോടിയുടെ കടമുണ്ട് അദ്ദേഹത്തിന്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ്. എന്താ ജാനകി, ഇത്രയും നേരായിട്ട് അയാള് പണവുമായി വന്നില്ലേ? അയാള് ശരിക്കും കോടീശ്വരൻ തന്നെയാണോന്ന് ജാനകി ഒന്ന് ആലോചിച്ചു നോക്ക്. എന്തായാലും ജാനകിയുടെ മരുമോള് ആള് കൊള്ളാലോ എന്ന് പറഞ്ഞ ദേവയാനി ജാനകിയെ കളിയാക്കുന്നുണ്ട്. പിന്നീട് രാത്രിയായപ്പോ നയന പച്ചമാങ്ങ കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് ആദർശിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതിനെന്താ നയനെ, ഇന്ന് രാത്രി തന്നെ ഞാൻ അത് നിനക്ക് വാങ്ങിക്കൊണ്ടു തരാം. പിന്നെ കടകളൊക്കെ അടച്ചിട്ടുണ്ടാവും, എന്നാലും സാരമില്ല, ഞാനത് എവിടെന്ന് തേടി പിടിച്ചിട്ടായാലും അതും കൊണ്ടേ തിരിച്ചെത്തൂ എന്ന് പറഞ്ഞ് ആദർശ് ബൈക്ക് എടുത്ത് പോകുന്നുണ്ട്. അതറിഞ്ഞ ദേവയാനി വന്ന്, എന്താ മോളെ പെട്ടെന്ന് പച്ചമാങ്ങയൊക്കെ കഴിക്കാൻ തോന്നിയത്? ഇതൊക്കെ കണ്ടിട്ട് നയനമോള് ഒരമ്മയാവാൻ പോകുന്നോന്ന് എനിക്ക് ഡൗട്ടുണ്ട്.
എന്നൊക്കെ ചോദിക്കുവാണ് ദേവയാനി. അത് കേട്ടോണ്ട് രേവതി അനാമികയൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇതൊന്നും ആവില്ല വല്യമ്മ, ഇവൾക്ക് കഴിക്കുന്ന സാധനങ്ങളോട് ആർത്തി കൂടുതലാണല്ലോ. ആദർശേട്ടനെ ഈ പാതിരാത്രി പറഞ്ഞു വിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ ഇവളുടെ ആർത്തി കാരണമാണ്, അല്ലാതെ ഇവള് പ്രഗ്നന്റ് ഒന്നും ആവാൻ പോകുന്നില്ല എന്ന് പറയുവാണ് അനാമിക. ആഹാര സാധനങ്ങളോട് ആർത്തിയുള്ളത് നിനക്കും നിന്റെ ആർത്തി പിടിച്ച ഈ തള്ളയ്ക്കും അടി, അല്ലാതെ എന്റെ മരുമകൾക്കല്ല. നയന പ്രഗ്നന്റ് അല്ലാന്ന് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ നീ MBBS പഠിച്ച ഡോക്ടർ വല്ലതും ആണോ? അല്ലല്ലോ. ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് എന്റെ മരുമകള് പ്രഗ്നന്റ് തന്നെയാ എന്ന് ദേവയാനി അവർക്ക് മറുപടി കൊടുക്കുവാണ്. അത് കേട്ട് നയന അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്താ അനാമിക ഇത്? എനിക്കാണ് ഒരു കുഞ്ഞുണ്ടാവാൻ പോവേണ്ടതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് ആദർശനാണല്ലോ ഈ ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നേ. പിന്നെ ഇവളുടെ ചേച്ചി ഉടനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഇപ്പോഴത്തെ അനിയത്തിയും അതിന്റെ ലക്ഷണങ്ങൾ അവള് കാണിച്ചു തുടങ്ങിയില്ലേ. ഇനി എന്റെ മോള് വെറും കൈയോടെ ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും എന്നൊക്കെ രേവതി അനാമികയോട് പറയുവാണ്. അതെ അമ്മ, എന്റെ പേടിയും അങ്ങനെ തന്നെയാ. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങള്, എല്ലാം വിപരീതമായ സംഭവിക്കുന്നത്. ഇനി ഇവിടത്തെ കിളവനും കിളവിയും കൂടി സ്വത്തുക്കളെല്ലാം ചേച്ചിക്കും അനിയത്തിക്കും വീതിച്ചു കൊടുക്കും. ഞാൻ ഇവിടത്തെ വെറും വേലക്കാരി തന്നെയാ. എനിക്ക് വയ്യാമ്മേ, മടുത്തു എന്ന് പറയുവാണ് അനാമിക. അത് കേട്ടോണ്ട് ജലജ അങ്ങോട്ടേക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് രണ്ടിനും അങ്ങനെ തന്നെ വേണോടി. എന്റെ മുന്നില് എന്തൊരു ഷോ ആയിരുന്നു രണ്ടുപേരും. ഇനി അനിമോൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും, എന്നിട്ട് ആ നന്ദുവിനെ ഇങ്ങോട്ട് കയറ്റും. അപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ സ്ഥാനം ഈ പടിക്ക് പുറത്ത് തന്നെയാ, മനസ്സിലായോ എന്നൊക്കെ അവര് മറുപടി കൊടുക്കുവാണ്. ആദ്യം പടിയിറക്കി വിടേണ്ടത് ഈ ജലജ എന്ന് പറയുന്ന കിളവിയാമ്മേ. ഈ വീട്ടില് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ ആരും ഇല്ലാതായില്ലേ, ഇനി എന്തിനാ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നേ എന്ന് പറഞ്ഞ് കരയുവാണ് അനാമിക.